ഹായ് നമസ്കാരം. നമുക്കിന്ന് ടേസ്റ്റിയായ ഒരു നൊത്തോലി മീൻ കറി തയ്യാറാക്കാം. അതെങ്ങനെയാണ് തയ്യാറാക്കുന്നത് നമുക്ക് കണ്ടു നോക്കാം. ഈ റെസിപ്പി നിങ്ങൾ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒരു ലൈക്ക് ചെയ്യുകയും ഷെയർ ചെയ്യുകയും സബ്സ്ക്രൈബ് ചെയ്യുകയും ചെയ്യണം. മീൻ കറി തയ്യാറാക്കാനായി 1/2 കിലോ നൊത്തോലി വൃത്തിയാക്കി എടുത്തിട്ടുണ്ട്. അതിൻ്റെ കൂടെ 10 ചെറിയ ഉള്ളിയും 2 പച്ചമുളകും എടുത്ത് വെച്ചിട്ടുണ്ട്. സ്പെഷ്യലായി ഒരു വെള്ളരി മാങ്ങയാണ് ചേർത്ത്. മീൻ കറിക്ക് ആവശ്യമായ അരപ്പ് തയ്യാറാക്കാനായി അരമുറി തേങ്ങ, 2 ടേബിൾ സ്പൂൺ മുളക് പൊടി, 1/4 ടീസ്പൂൺ മല്ലിപ്പൊടി, 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1/4 ടീസ്പൂൺ ഉലുവ, 2 ചെറിയ കഷ്ണം ഉള്ളി, ഒരു ചെറിയ നെല്ലിക്ക വലുപ്പത്തിലുള്ള പുളി, 2 തണ്ട് കറിവേപ്പില ഇവ എടുത്ത് വെച്ചിട്ടുണ്ട്. ചട്ടി ചൂടാകാൻ വയ്ക്കാം. അത് ചൂടായി വരുമ്പോഴേക്കും കടുക് പൊട്ടിച്ച് കറിവേപ്പിലയും ചേർത്ത് കൊടുത്ത് ഉള്ളിയും പച്ചമുളകും ചേർത്ത് നമുക്ക് വഴറ്റിയെടുക്കാം. ഉള്ളിയും പച്ചമുളകും മൂത്ത് വരുന്നത് വരെ വഴറ്റി കൊടുക്കാം. അതിനുശേഷം അതിലേക്ക് ആവശ്യമായ 1/2 ടേബിൾ സ്പൂൺ ഉപ്പ് ചേർത്ത് കൊടുക്കാം. കൂടെ ചേർത്ത് ഇളക്കി യോജിപ്പിച്ചതിന് ശേഷം അരച്ച് തയ്യാറാക്കി വെച്ചിരിക്കുന്ന അരപ്പ് നമുക്ക് ചേർത്ത് ഒന്ന് ഇളക്കി യോജിപ്പിക്കാം. ഇനി ഇതിലേക്ക് ആവശ്യമായ പുളി പിഴിഞ്ഞ് വെച്ചിട്ടുണ്ട്. അതുകൂടെ നമുക്ക് ചേർത്ത് ഇളക്കി യോജിപ്പിച്ച് കൊടുക്കാം. വെള്ളം കുറവായതുകൊണ്ട് കുറച്ച് വെള്ളം കൂടെ ചേർത്ത് കൊടുക്കാം. ഉപ്പ് കുറവാണെങ്കിൽ കുറച്ച് ഉപ്പ് കൂടെ ചേർക്കണം. ഇനി ഇത് അടച്ച് വെച്ച് കുക്ക് ചെയ്യാം. അരപ്പൊക്കെ തിളയ്ക്കാറായി വന്നിട്ടുണ്ട്. ഒരിക്കൽ കൂടി ഇളക്കിയതിന് ശേഷം കഴുകി വൃത്തിയാക്കി വെച്ചിരിക്കുന്ന നൊത്തോലി മീൻ ചേർത്ത് കൊടുക്കാം. അതിൻ്റെ കൂടെ തന്നെ ഒരു വെള്ളരി മാങ്ങ അരിഞ്ഞു വെച്ചിട്ടുണ്ട്. അതുകൂടെ നമുക്ക് ഇതിലേക്ക് ചേർത്ത് ഇളക്കി യോജിപ്പിച്ച് അടച്ച് വെച്ച് ഒരു 15 മിനിറ്റ് മീഡിയം ഫ്ലെയിമിൽ കുക്ക് ചെയ്യാം. ഈ മീൻ കറി ചോറിൻ്റെ കൂടെയും കപ്പയുടെ കൂടെയും കഴിക്കാൻ വളരെ ടേസ്റ്റാണ്. മീൻ കറി ഇവിടെ തയ്യാറായിട്ടുണ്ട്. എണ്ണയെല്ലാം തെളിഞ്ഞു വന്നിട്ടുണ്ട്. ഈ ടേസ്റ്റിയായ മീൻ കറി നിങ്ങളും തയ്യാറാക്കി നോക്കൂ.